ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ലാവ കേക്ക് പോലത്തെ ഒരു സാധനമാണ്. നമ്മളിങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോക്ലേറ്റ് ഒലിച്ച് വരുന്ന പോലത്തെ ഒരു കേക്കാണിത്. ചെറിയ കേക്കാണ്, നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാനിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഉണ്ണിയപ്പമെന്നോ അല്ലെങ്കിൽ മിനി കേക്കെന്നോ അങ്ങനെ എന്തോ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കോമ്പൗണ്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നല്ല ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക, ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെൽറ്റായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ കോക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ പോകുന്നവരെ ഇളക്കി മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ഞാനിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതന്നെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പിലും കുറച്ച് കുറവ് ആയിട്ട് പഞ്ചസാര എടുക്കുക. എന്നിട്ട് അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യൽ. ഇപ്പോൾ അതിന് പകരമായിട്ട് ഈ ജാറിലാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോണത്. ഇത് പ്രീതി മിക്സിൻ്റെ കൂടെ വരുന്ന മാസ്റ്റർ ഷെഫ് ജാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജാറാണ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിൽ നമുക്ക് പച്ചക്കറികൾ സ്ലൈസ് ചെയ്തെടുക്കുക, അതുപോലെ ഇങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കുക, പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ജാറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വാനില എസൻസും ചേർക്കുക. മുട്ടൻ്റെ ആ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് മിക്സിയിൽ ഫിറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം വെച്ചിട്ട് ചെയ്യുക, ഒരു 2-3 മിനിറ്റൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇത് തുറന്നിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 4-5 മിനിറ്റോളം ഒരു 2-3 സ്പീഡിലിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സായി അത്യാവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ബീറ്ററിൽ ചെയ്യുന്ന അത്ര പൊങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മൈദപ്പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക.
മൈദപ്പൊടി ഇട്ടിട്ട് കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിറച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ അളവ് തന്നെ മതി. ഇത് രണ്ടും കൂടെ ആ ഒരു അളവുണ്ടായാൽ മതി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റോ ബൗളോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിന് മേലെ അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയും കൊക്കോ പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഈ പൊടി നമ്മുടെ മുട്ടൻ്റെ മിക്സിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് അത് സാധാ കേക്ക് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ആക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ആക്കിയിട്ട് അത് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാന് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. സാധാ നമ്മൾ കേക്ക് ചെയ്യണ പോലെ തന്നെ ആദ്യം സ്റ്റവ് കത്തിക്കുക, എന്നിട്ടൊരു തട്ട് വെച്ച് കൊടുക്കുക. അതിന് മേലായിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ വെക്കുക. നോൺ സ്റ്റിക്ക് പാനാണ് ഇതിന് നല്ലത്. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ പാൻ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചോക്ലേറ്റ് മെൽറ്റായി വരുന്ന പോലെ ഉണ്ടാവണം. അപ്പോൾ ഒന്നുകിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് സെമി സെറ്റായി വരുമ്പോൾ നമ്മൾ കുറച്ച് ബാറ്റർ ഒഴിക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കുറച്ച് മാത്രം ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് ഈ സാധനം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അത് ബാറ്റർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നേരിട്ട് ചോക്ലേറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വെച്ചിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ പ്ലെയിനായിട്ട് 2 കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് ആ പാനിലുള്ളത്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ ഇതിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കുക. ആ കുഴിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെയൊക്കെ നടുവിലാക്കി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റോളൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി കുക്ക്ഡാണ്. ആ മേൽഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോക്ലേറ്റ് ഡയറക്റ്റായിട്ട് ഇടുന്ന മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒന്ന് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവ് ഈ കുഴിയിലൊക്കെ പകുതി ഭാഗം മാത്രമാക്കി ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും അത് മുഴുവനാക്കരുത്. മുഴുവനാക്കി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ ആവും. അതുകൊണ്ട് ആദ്യം പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ, ഒരു ചെറിയ പീസ് മാത്രമേ വെക്കണുള്ളൂ. നിങ്ങളൊരു 2-3 പീസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ട് നമ്മളതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ചോക്ലേറ്റ് ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ കഴിയുന്നതും 2-3 പീസൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കുക. ഇനി ആ ചോക്ലേറ്റ് പീസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബാറ്റർ അതിന് മേലെ ഒഴിച്ചു കൊടുക്കുക. അധികം ആവരുത്. ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പുറത്തേക്ക് പൊങ്ങി വരും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. മേൽഭാഗം കുക്കായി കഴിഞ്ഞാൽ ലിഡ് തുറന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഒരു കേക്ക് മിസ്സിങ് ആണ്. അത് ഞാനത് സെറ്റ് ആവണതിൻ്റെ മുന്നേ തന്നെ ഒന്ന് തിരിച്ചിട്ട് നോക്കി പരീക്ഷിച്ചതാണ്. പക്ഷെ അത് റെഡി ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ള മിനി കേക്ക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മിനി ചോക്കോ ലാവ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം. അപ്പോഴേ ഉള്ളിൽ ചോക്ലേറ്റ് മെൽറ്റായിട്ട് നിൽക്കുകയുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കട്ടിയായി പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐഡിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്